ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റമദാനിന് മുന്നുള്ള ക്ലീനിങ് അതുപോലെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ട്രെൻഡികളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു വലിയ സൈസിൽ വരുന്ന ഗ്ലാസ് ബോട്ടിൽസ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ എല്ലാ ആപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഓഫറായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ബാമ്പൂല് വരുന്ന ലിഡാണ് വരുന്നത്. നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ. നമ്മൾ ഇതുപോലെ ഐറ്റംസൊക്കെ ഇട്ട് വെച്ചാൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. റമദാനൊക്കെ വരുന്നല്ലേ, അപ്പോൾ ഒന്ന് മൊഞ്ചാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് 1 kg വരുന്നതാണ്. ഇതുപോലെ 500 ml 800 ml വരുന്നുണ്ട്. പിന്നെ എൻ്റെ കുറേ പഴയ ബോട്ടിൽസൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് പുതിയ ബോട്ടിൽസ് വാങ്ങിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ എവരിഡേ സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ കബോർഡിനകത്ത് എല്ലാം ഒന്ന് കയറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇങ്ങനെ നിരത്തി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നെസ്കാഫല്ലേ അതിൻ്റെ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരുമിച്ച് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബോട്ടിൽ പ്ലെയിൻ ആണല്ലോ, അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ മിക്കവാറും എല്ലാ ആപ്പിലും കാണാറുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമുക്കിങ്ങനെ നോക്കിയെടുക്കണം എന്ന് മാത്രം കേട്ടോ. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുത്താൽ മതി. ഇനി അടുത്ത് കാണിക്കുന്നത് സ്ക്വയറിൽ വരുന്നതാണ്. ഇത് സ്ക്വയറിൽ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് 800 ml വരുന്നത്. ഇതിൽ 3 എണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടത്. ഇതിലും ലിഡ് വരുന്നത് ആ ഒരു ബാമ്പൂൽ തന്നെയാണ്. പിന്നെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഏറ്റവും ചെറുതാണ് കേട്ടോ ഇത്. അതിന് 599 ആണ്. പിന്നെ അതിലും കുറച്ചുകൂടി വലുത് വരുന്നത് 899 ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു സ്ക്വയറിന് വരുന്നത് 799 ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരേ റേറ്റ് അല്ല, ആ റേറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ അതിൻ്റെ ആ ഒരു ബ്രാൻഡ് അനുസരിച്ചിട്ടും റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ വലുത് ആദ്യം കാണിച്ചല്ല, അതിന് 899 ആണ് കേട്ടോ. അതിൽ തന്നെ ചെറുത് വരുന്നതിന് 899 ഉണ്ട്. അതുപോലെ സ്ക്വയറിൽ വരുന്നതിനും പല കമ്പനിയിലും പല റേറ്റാണ് കേട്ടോ വരുന്നത്. ഇത് 900 ml ആണ് കേട്ടോ ഈ ഒരു സ്ക്വയറിൽ വരുന്നത്. സ്ക്വയറിൽ വരുന്നത് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. റൗണ്ടിൽ വരുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സ്മോളിൽ വരുന്ന റൗണ്ടിൽ വരുന്നത് 2 എണ്ണം സ്മോളും അതിലും കുറച്ചും കൂടി വലുതായിട്ട് 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ സ്ക്വയറിൽ വരുന്നത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഒന്ന് ക്ലീനാക്കി വെക്കുമ്പോൾ ഒരു പാത്രങ്ങളൊക്കെ പഴയതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് നല്ലതാക്കി വെക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് ഇതുപോലുള്ളതൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാനിവിടെ എവരിഡേ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിച്ചത്. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ ഒരു കളക്ഷന്. പല സമയത്തും പോകുമ്പോൾ പല റേറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ അന്ന് എടുത്ത റേറ്റ് തന്നെയാണ് ഇപ്പോൾ എന്നറിയില്ല. പല സമയത്തും പല റേറ്റാണ് കേട്ടോ അവിടെ പോകുമ്പോൾ. പക്ഷെ നല്ല കളക്ഷനാണ് കേട്ടോ അവിടെ. എപ്പോൾ ചെന്നാലും നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാവും. വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും. പിന്നെ 24 hours അത് ഓപ്പൺ ആണ്. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കയ്യിൽ നിന്ന് പോയാൽ പിന്നൊക്കെ പോയിട്ടോ, കാരണം ഗ്ലാസ്സിൽ വരുന്നതാണല്ലോ. അപ്പോൾ ലിഡൊക്കെ നല്ല ടൈറ്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ഉറപ്പുണ്ട്. പിന്നെ കാണാനും നല്ലൊരു വൃത്തിയായിട്ട്, പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. കാരണം സോപ്പും അതൊക്കെ കൊള്ളുമ്പോൾ പിന്നെ കയ്യിൽ നിന്നൊക്കെ പെട്ടെന്ന് വെഴുതിപ്പോവും. പിന്നെ ഇങ്ങനെ വെക്കാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പീസ് ഇങ്ങനെ ഈ മുകളിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അവിടെയാണ് കേട്ടോ വെക്കുന്നത്. റമദാനായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. കാരണം ഇൻഷാ അല്ലാഹ് റൂമൊന്ന് മാറണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതും കൂടി അറിഞ്ഞിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വലിയ രീതിയിലുള്ള ക്ലീനിങ് ഒന്നും ആവശ്യമില്ല. ഡെയിലി എല്ലായിടത്തും ക്ലീൻ ആക്കുന്നതാണ്. പിന്നെ ആഴ്ചയിൽ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യും. അതുപോലെ ഡ്രസ്സും എല്ലാം നീറ്റായിട്ട് വെക്കുന്നതാണ്. പിന്നെ എല്ലായ്പ്പോഴും നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് ഇരിക്കണമല്ലോ. നോമ്പാന്ന് വിചാരിച്ചിട്ട് ഒരു പ്രത്യേക ക്ലീനിങ് ഒന്നും ആവശ്യമില്ല. എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. പിന്നെ വൃത്തിയായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ നോമ്പൊക്കെ വരുമ്പോൾ നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് മാത്രം. അപ്പം ഞാനിവിടെ ഈ താഴ്ഭാഗത്ത് മാത്രമേ ഇപ്പോൾ ആ ഒരു ബോട്ടിൽസൊക്കെ വാങ്ങിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടോ. ഞാൻ ഈ ഒരു ബോട്ടിലിൽ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ അതും പിന്നെ വിനെഗറും
അതുപോലെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അത് ഇവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ വെക്കുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ഇന്ന് കണ്ടത് നാളെ കാണില്ല. കാരണം ഇത് ഇന്ന് ഇങ്ങനെ വെച്ച് നാളെ രാവിലെ എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ അതങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കണ്. ഈ ഒരു പാത്രത്തിലെല്ലാം അച്ചാറാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. അധികം റേറ്റൊന്നും ഇല്ലട്ടോ ഈ ഒരു സാധനത്തിന്. ഇത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഞാൻ മസാലപ്പൊടികളൊക്കെ ഇടാന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. അപ്പോൾ മസാലപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അച്ചാറാക്കിട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡും കൂടി ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതിലാണ് കേട്ടോ എൻ്റെ മസാലപ്പൊടികളൊക്കെ ഞാൻ വെക്കാറുള്ളത്. അങ്ങനെ പിന്നെ അടുത്ത ഭാഗം കൂടി ഇതാ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഡേറ്റോടെന്ന് വാങ്ങിച്ച ഈ ഒരു ട്രേ, അതിനകത്തേക്ക് നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. നേരം വെളുത്താൽ ചിലപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റി വെക്കും. പിന്നെ ആ കാണുന്ന ടീ, ഷുഗർ, കോഫി ബോട്ടിലില്ല, അത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതൊരു ഓഫർ നടക്കുമ്പോൾ ആ രീതിയിൽ വാങ്ങിച്ചതാണ്. സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു ഭംഗി, എടുക്കാൻ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ലിഡ് കുറച്ച് ടൈറ്റാണ്. പിന്നെ ഞാൻ എനിക്കൊരു സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്നലെ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇത് സ്ട്രോബെറി ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രോബെറി അല്ല, എന്നാൽ സ്ട്രോബെറി ആണ്. ആപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ആപ്പിളും അല്ല, എന്നാൽ ആപ്പിളുമാണ്. അങ്ങനെയാണ്, രണ്ടും കൂടിയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. സ്ട്രോബെറി ആപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആ ഒരു ടേസ്റ്റ് വരുന്നതും അങ്ങനെ തന്നെയാണ്. സ്ട്രോബെറിൻ്റെ ടേസ്റ്റും ഉണ്ട്, ആപ്പിളിൻ്റെ ടേസ്റ്റും ഉണ്ട്. ആപ്പിളിൻ്റെ ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രോബെറിൻ്റെ പുളിയുണ്ട്. ആ ഒരു ചമർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലൊരു ടേസ്റ്റ്. 1-2 തവണ ഒക്കെ വാങ്ങിയിട്ടൊന്ന് കഴിച്ചു നോക്കുക, അത്ര ആണ് പറയാനുള്ളൂ. പിന്നെ ഇത് അതുപോലെയാണ് കട്ട് ചെയ്യുമ്പോൾ വരുന്ന ആപ്പിൾ കട്ട് ചെയ്യില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ. എന്നാൽ ടേസ്റ്റ് ചെറുതായിട്ട് സ്ട്രോബെറിയുടെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും സ്ട്രോബെറി ആപ്പിൾ എന്ന് പേര് വരുന്നത്. അപ്പോൾ ഇതത് കട്ട് ചെയ്തിട്ട് അതിനിടയിൽ ഇതും കഴിക്കുന്നുണ്ട്. അപ്പം ഞാനിത് കാണാത്തവർക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. പിന്നെ കഴിക്കും ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ഭാഗങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഒരു ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്ക് ടൈമൊക്കെ നോക്കാൻ ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചെറിയ ക്ലോക്ക് തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നല്ലൊരു ക്ലോക്ക് തന്നെ ആയാൽ കിച്ചണിനകത്ത് ഇങ്ങനെ വെക്കും ചെയ്യാം, കാണാനൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ സമയം നോക്കാമെന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് ബാറ്ററി ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ സംഭവം വർക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് നോക്കാം. കുഞ്ഞൊരു ക്ലോക്കാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ ക്ലോക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഹുക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഈ നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ ഹാങ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമല്ല കേട്ടോ. അതിങ്ങനെ അതുപോലെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് അതുപോലെ ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്ഥലം മാറിപ്പോവാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. മറ്റേ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ വേറൊരു സൈഡാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണ് ചെറിയ രീതിയിൽ അതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റും കൂടി ഇട്ടപ്പോൾ അതുപോലെയാണ് കേട്ടോ വരുന്നത്. എങ്ങനെയുണ്ട്? അടുത്ത് നമ്മൾ കാണിക്കുന്ന ട്രെൻഡികളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ട്രെൻഡിയോളിൽ നിന്ന് ഞാൻ ഇത് കൂടാതെ 2 കുക്ക് വെയർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ കാണിച്ചാൽ ഒരുപാട് ലെങ്ത് ആയി പോകട്ടോ. ഇത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചതാണ്. അപ്പം ഇത് ചെറിയ 2-3 സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലൂടെ തന്നെ കാണിക്കാം. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് വന്നത്. ചെറിയ എമൗണ്ടിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ട്രെൻഡിയോളിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഐറ്റംസ് വാങ്ങിക്കുന്നത്. 2 കുക്ക് വെയർ സെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിംഗ് ബോർഡ് പോലുള്ള 2 സാധനമാണ് കേട്ടോ. ഇതൊരു സ്മോൾ സൈസിൽ വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് വലുതും കൂടിയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇത് 2 സാധനമാണ് കേട്ടോ അതിൻ്റെ കൂടെ വന്നിട്ട്. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന 2 എണ്ണമാണ് ഇട്ടത്. പിന്നെ ട്രെൻഡിയോളിൽ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഡെലിവറി എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെൻഡിയോളിൽ നിന്നുള്ള സാധനം കുറച്ച് ഡിലേ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടുത്ത ഐറ്റം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിൽ നമുക്ക്
ഏറ്റവും യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്നാൽ ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഉപയോഗിച്ചോന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറന്നു പോകട്ടെ. ആ ഒരു ഐറ്റാണിത്. നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു തവി എവിടെയെങ്കിലുമൊക്കെ വെക്കണമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് അത് മറന്നു പോവും. എപ്പോഴും അത് എടുക്കാൻ മറക്കും കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ അത് വെച്ച് പോവും. പിന്നെ അതുപോലെ ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. നമ്മുടെ പിസ്സ ഒക്കെ സെർവ് ചെയ്യാൻ അതുപോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ചെറിയ കട്ടിംഗ് ബോർഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ട്രെൻഡുകളിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കുറഞ്ഞ റേറ്റിനാണ് ട്രെൻഡുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ തൽക്കാലം വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പം മറ്റേതുണ്ടല്ലോ, അതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു തവി വെക്കുന്നത് പക്ഷേ 1-2 തവണയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മറന്നു പോവാണ് കേട്ടോ. അത് ആ ഒരു സമയത്ത് എടുക്കാൻ മറന്നു പോകും. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളതും അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കമൻ്റൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.